ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീൻ എന്ന പാഠഭാഗവുമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു അവ്വൽ അഫില്ലാഹി ശക്കുൻ. ഇത് 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു പാഠമാണ്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അഫില്ലാഹി ശക്കു, അള്ളാഹുവിൽ സംശയമുണ്ടോ എന്നർത്ഥം വരുന്ന പാഠഭാഗം. നമുക്ക് പാഠം വായിക്കാം. അവർ ഒന്നിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. ഉസ്താദ്, എന്തുകൊണ്ട്? അതെങ്ങനെ ഉസ്താദ്? വർഷങ്ങളോളം കാറ്റടിച്ചാലും ഇങ്ങനെ സംഭവിക്കുമോ? ശരിയാണ്, സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? കുട്ടികൾ നിശബ്ദരായി. ഉസ്താദ് തുടർന്നു, ഇവിടെ വളരെ വ്യവസ്ഥാപിതമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനു പിന്നിൽ ഒരു ആസൂത്രകൻ വേണം, ശരിയല്ലേ? തീർച്ചയായും, കുട്ടികൾ പറഞ്ഞു. എങ്കിൽ ഈ വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗാലക്സികൾ, ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ ഗാലക്സിയിൽ മാത്രം 100 കണക്കിന് ബില്യൺ നക്ഷത്രങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു സെക്കൻഡിൽ 2 നക്ഷത്രം എന്ന തോതിൽ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ ഈ നക്ഷത്രങ്ങൾ എണ്ണിത്തീരാൻ മാത്രം ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. എന്നാൽ ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികൾ തന്നെ പ്രപഞ്ചത്തിലുണ്ട്. ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് പറയാൻ സാധിക്കുമോ? അല്ലാഹു തആല പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായി പയർവിത്തിന്റെ ആകൃതിയിൽ 2 വൃക്കകളുണ്ട്. അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട്. അവയുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവയെല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പറയാനാകുമോ? ഇവയെല്ലാം ഒരു സൃഷ്ടാവും ഇല്ലാതെ ഉണ്ടായതാണോ? അതല്ല മനുഷ്യർ തന്നെയാണോ സൃഷ്ടാക്കൾ? രണ്ടുമല്ല, പിന്നെ ആര്? പ്രപഞ്ചേതരനായ അല്ലാഹു തആലയാണ് ആകാശഭൂമികൾ സംവിധാനിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അഫില്ലാഹി ശക്കും ഫാത്തിരിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിൽ സംശയമുണ്ടോ? അപ്പം ഇത്രയാണ് പാഠഭാഗം. പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ഉസ്താദ് ഈ ഒരു ഭാഗം വായിച്ച് പറഞ്ഞു തരണം. അപ്പോൾ നമുക്കതൊന്ന് ഇവിടെ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇതാണ് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ബുക്ക് ചുരുക്കിയത് കാരണമാണ് ഇത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളൊരു ഭാഗം. എന്താണ് ഇവിടെ? മദ്രസയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഉസ്താദും കുട്ടികളും ആവേശത്തോടെ ക്ലാസ്സിലെത്തി. ബോർഡിൽ തെർമോക്കോൾ കൊണ്ട് അതിസുന്ദരമായി എഴുതി വച്ചിരിക്കുന്നു, മർഹൻ അഹ്ലം വസഹ്ലം ബിക യാ ആലി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഉസ്താദ് കുട്ടികളോട് അന്വേഷിച്ചു. ഞങ്ങൾക്കറിയില്ല ഉസ്താദ്, ഞാനൊരു സാധ്യത പറയാം. കഴിഞ്ഞ നബിദിനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് തെർമോക്കോൾ നമ്മുടെ പഴയ കെട്ടിടത്തിൽ ബാക്കിയുണ്ടായിരുന്നു. പല സമയങ്ങളായി ഉണ്ടായ കാറ്റുകൾ കാരണമായി അവ
പല കഷ്ണങ്ങളായി ഓരോ അക്ഷരങ്ങളുടെ രൂപത്തിലാണ് മുറിഞ്ഞു വീണത്. കുറെ പശകളും അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും കാറ്റടിച്ചപ്പോൾ അക്ഷരങ്ങളിൽ പശ പറ്റിപ്പിടിച്ച് കാറ്റിനനുസരിച്ച് അവയിൽ ചിലത് ക്ലാസ് മുറിയിലെത്തി. അവ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചു. അത് മർഹൻ അഹ്ലം വസഹലം ബിക്കയാ ആലി എന്ന വാചകമായി. ഇത് കേട്ട കുട്ടികൾ ആർത്തു ചിരിച്ചു. അപ്പൊ ഇതാണ് ആ പാഠഭാഗത്തിന്റെ തുടക്കം. ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇത് ഉസ്താദ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അത്ഭുതമായി. അവര് ആർത്തു ചിരിച്ചു. അവരൊന്നിച്ചു പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന്. വർഷങ്ങളോളം കാറ്റടിച്ചാലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. അപ്പൊ ഉസ്താദ് അതിനെക്കുറിച്ച് പറയുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തും നടക്കും. അതാണ് ഇവിടെ നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൽ സംശയമുണ്ടോ? അതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് പാഠഭാഗത്ത് നിന്ന് കുറച്ച് വേർഡ്സുകൾ, അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥങ്ങൾ, ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടാണ് അർത്ഥങ്ങൾ തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഇംഗ്ലീഷിൽ അർത്ഥങ്ങൾ തന്നത്. മനസ്സിലാക്കി പഠിക്കുക. ദഫ്തർ താലിബിലാണ് അതിൻ്റെ വർക്കുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് നോക്കാം. വർക്കിൽ ആദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പോൾ പാഠത്തിൽ പറഞ്ഞ 3 ആയത്തുകളാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൽ അടയാളപ്പെടുത്താം. ഫസ്റ്റ് ഒന്നാമതായി വരുന്നത് ഇന്ന ഫി ഹൽക്കി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. അത് അവിടേക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളത് പൂർത്തിയാക്കുക. അടുത്ത രണ്ടാമത്തെ വന്നത് വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. അതാണ് രണ്ടാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നത്. അവിടേക്ക് പൂർത്തിയാക്കുക. മൂന്നാമത്തെ വന്ന അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാതി വൽ അർള്. ഇതാണ് മൂന്നാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വന്നത്. മനസ്സിലാക്കി പകർത്തുക. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. സൃഷ്ടാവ് അല്ലാഹു തആലയാണെന്നതിന് ഭൂമിയിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഭൂമിയിൽ നമ്മൾ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ മനുഷ്യർ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, മലകൾ, മൃഗങ്ങൾ, ഇതൊക്കെ ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അപ്പം അത് അങ്ങനെ പാഠഭാഗത്ത് പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. അടുത്തത് രണ്ടാമത്തത് എല്ലാറ്റിൻ്റെയും സംവിധായകൻ അല്ലാഹു തആലയാണെന്നതിന് ആകാശ ലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗാലക്സികൾ. അത്രേ അവിടെയൊക്കെ നമുക്ക് എഴുതാം. മൂന്നാമത്തത് എല്ലാറ്റിനെയും സംവിധാനിച്ചത് അല്ലാഹു തആലയാണെന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ. എന്താണ്? നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായി പയർ വിത്തിന്റെ ആകൃതിയിൽ 2 വൃക്കകൾ. അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട്. അവയുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും. ഇതാണ് നമ്മുടെ ശരീരത്തിലെ ദൃഷ്ടാന്തം. അടുത്തത് നശ്രമായ അർത്ഥം എഴുതാനാണ്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ. എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അവിടെയൊക്കെ എഴുതുക. അടുത്തത് വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അവിടെയൊക്കെ എഴുതുക. അടുത്തത് അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാതി വൽ അർള്. എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ? അടുത്തത് തഹ്സീസാണ്, പ്രവർത്തനം. എന്താ പറയുന്നത്? പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു തആലയാണ് എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കാനാണ്. പിന്നെന്താണ്? ആസൂത്രകനില്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. പാഠത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു സാങ്കല്പിക കഥ തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനമായ പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു തആലയാണ് എന്ന വിഷയത്തെക്കുറിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു കാര്യം, എഴുതാവുന്ന ലേഖനം.
അതിൻ്റെ ഫോട്ടോ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ മലയാളത്തിലാണ്, നിങ്ങൾ അറബി മലയാളത്തിലേക്ക് തയ്യാറാക്കി എഴുതുക. അടുത്തത് പാഠത്തിലേതുപോലെ ഒരു സാങ്കല്പിക കഥ തയ്യാറാക്കാനാണ്. അപ്പം ഞാനൊരു സാങ്കല്പിക കഥ പറയാം. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതേണ്ടവർക്ക് എഴുതാം. ഇന്ന് മദ്രസ ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാവരും അത്ഭുതപ്പെട്ടു. ക്ലാസ് റൂം ഒന്ന് ആകെ അലങ്കരിച്ചിരിക്കുന്നു. ക്ലാസ്സിലേക്ക് കയറി വന്ന ഉസ്താദ് ചോദിച്ചു, ആരാണിത് ചെയ്തത്? കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഉസ്താദ്, ഞാനൊരു സാധ്യത പറയാം. കഴിഞ്ഞ നബിദിനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് അലങ്കാര സാധനങ്ങൾ നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. കാറ്റടിച്ചത് കാരണമായി, അത് കാറ്റിൻ്റെ ഫലമായി അത് ക്ലാസ് റൂമിലെത്തി ചുമരുകളിൽ പതിച്ചതാവാം. അപ്പം അങ്ങനൊരു സാങ്കല്പിക കഥ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എഴുതുക. അങ്ങനെയാണ് ആ വർക്ക് പൂർത്തിയാക്കേണ്ടത്. അപ്പം ഇത്രയാണ് ഉലൂമുദ്ദീനിലെ അഫില്ലാഹി ശക്കുൻ എന്ന പാഠഭാഗവും അതിൻ്റെ വർക്ക് ബുക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.